ഇന്ന് നമുക്കെല്ലാവർക്കും ജ്ഞാനമുരളി ഭഗവാന്റെ മധുരമഹാവാക്യം കേൾക്കാം. കഴിഞ്ഞ ഒരു മാസത്തോളമായി നമ്മൾ ഈ സായാഹ്ന സത്സംഗത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ജ്ഞാനബിന്ദുക്കളും അതിൻ്റെ സോഴ്സ് ഭഗവാന്റെ മധുരമഹാവാക്യങ്ങളാണ്. പലപ്പോഴായി സിസ്റ്റർ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഈ ജ്ഞാനസാഗരൻ ഉച്ചരിക്കുന്ന മധുരമഹാവാക്യങ്ങളിൽ നിന്ന് നിങ്ങളോട് പങ്കുവയ്ക്കണം. നാളെ നമ്മുടെ സായാഹ്ന സത്സംഗം പൂർത്തിയാകുന്നതോടുകൂടി സത്സംഗം തീരുന്നില്ല. നമുക്കെല്ലാവർക്കും മറ്റന്നാൾ മുതൽ പ്രഭാതത്തിൽ സത്സംഗം കേൾക്കാം. അതിനു മുൻപ് ഇന്നും നാളെയും നമുക്ക് പ്രഭാതത്തിലെ സത്സംഗത്തിൽ ഭഗവാന്റെ മധുര മുരളീഗാനം, മുരളി എന്ന് പറയുമ്പോൾ നമുക്ക് അല്ലേ ഓടക്കുഴൽ ഓർമ്മ വരും. യഥാർത്ഥത്തിൽ ജ്ഞാനമുരളിയാണ് നമ്മളിവിടെ കേൾക്കുന്നത്. പലപ്പോഴും പലരും അനുഭവങ്ങൾ പങ്കുവെച്ചപ്പോഴൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മുരളിയിൽ ഇങ്ങനെ കേട്ടിരുന്നു, ബാബ മുരളിയിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു. മുരളിയർത്ഥം ജ്ഞാനമുരളി. അപ്പം ഇന്നത്തെ ജ്ഞാനമുരളി പ്രഭാതത്തിൽ നടന്ന സത്സംഗമാണ്. എങ്കിലും നിങ്ങൾ ആദ്യമായിട്ട് ഭഗവാന്റെ മുരളീനാദം കേൾക്കുന്ന മക്കൾ ധാരാളം പേരുണ്ടാവും. അപ്പോൾ മുരളി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. മുരളിയുടെ ആരംഭത്തിൽ ബാബ നമുക്ക് കുട്ടികൾക്ക് നമ്മുടെ സുമാനത്തെ ഉണർത്തുന്ന, നമ്മളെ ഏറ്റവും ഉയർന്ന സോൾ കോൺഷ്യസ്നെസ്സിലേക്ക്, ആത്മബോധത്തിലേക്ക് ഉണർത്തുന്ന ചില സുന്ദര സുമാനങ്ങൾ, നമുക്ക് സ്വയത്തിന് നമുക്ക് നമ്മളോട് മതിപ്പുണ്ടാക്കുന്ന ചില മധുരമായ ശബ്ദങ്ങൾ പറയും. അതിനുശേഷം ബാബ നമുക്ക് ചില ശിക്ഷണങ്ങൾ നൽകും, ലെസൺസ്. അതിനുശേഷം ബാബയുടെ മുരളിക്കുള്ളിൽ ചില ശ്രീമതം, ഡയറക്ഷൻസ് നമുക്ക് കിട്ടും, നമ്മുടെ ജീവിതത്തെ ശ്രേഷ്ഠമാക്കി മാറ്റാൻ. മുരളിക്കുള്ളിൽ ബാബ ചില അഭ്യാസങ്ങൾക്കുള്ള സൂചനകൾ നൽകും, പ്രാക്ടീസുകൾക്ക്. പിന്നെ ബാബ നമ്മുടെ പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തരും, നമ്മുടെ പല ആശയക്കുഴപ്പങ്ങൾക്കുമുള്ള വ്യക്തത നൽകും. അവസാനം മുരളിയുടെ ലാസ്റ്റിൽ, ഡെയിലി മുരളിയിൽ സ്പെഷ്യലി, മുഴുവൻ മുരളിയും ബാബയുടെ വരദാനങ്ങളാണെങ്കിലും എല്ലാ ദിവസവും മുരളിയുടെ അവസാനം ബാബ ഒരു സ്പെഷ്യൽ വരദാനം നമുക്ക് നൽകും, ബ്ലെസ്സിങ്. ആ വരദാനം എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം, ആ വരം എങ്ങനെ നമ്മുടെ സ്വന്തമാക്കാമെന്നുള്ള അഭ്യാസവും എക്സ്പ്ലെയിൻ ചെയ്യും. അതിനുശേഷം ലാസ്റ്റിൽ ഒരു ഒറ്റ സെൻറ്റൻസ് സ്ലോഗൻ, മുഴുവൻ മുരളി മറന്നാലും ഫുൾ ഡേ ഓർമ്മിക്കാൻ ഒരേ ഒരു മഹാവാക്യെങ്കിലും മക്കളെ ഓർമ്മിക്കട്ടെ പറഞ്ഞിട്ട് ഒറ്റ വരിയിൽ വളരെ വലിയ ജീവിതത്തിൻ്റെ ചില പ്രാക്ടീസുകൾ, വ്യാവഹാരിക തലത്തിൽ നമ്മൾ ചെയ്യേണ്ട ചില പ്രാക്ടീസുകൾ ഒറ്റ മഹാവാക്യമായിട്ട് നമുക്ക് നൽകും. ഹിന്ദിയിലാണ് ബാബയുടെ മധുര മഹാവാക്യങ്ങൾ. നമുക്ക് മൗണ്ട് അബുവിൽ നിന്ന് എല്ലാ സെൻറ്ററുകളിലും, വിശ്വത്തിൻ്റെ എല്ലാ കോണുകളിലും ഒരേ ദിവസം ഒരേ മഹാവാക്യമായിരിക്കും. അത് ഇന്ത്യയിലെ ഹിന്ദിയിൽ വരും, വിദേശത്തേക്കാണെങ്കിൽ ഹിന്ദിയിലുള്ള ഈശ്വരീയ മഹാവാക്യങ്ങൾ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ട അവിടെ. ബാക്കി തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലാകുമ്പോൾ നമ്മൾ അതാത് സ്റ്റേറ്റിലെ അതാത് ഭാഷയിലേക്ക് ബാബയുടെ മുരളിയെ തർജ്ജമ ചെയ്ത് നൽകും. അങ്ങനെയാണ് നമ്മൾ ബാബയുടെ മുരളി കേൾക്കുന്നത്. മുരളി കേൾക്കുമ്പോഴും നിങ്ങൾക്ക് ഓൾറെഡി ഡയറിയും പെന്നും കൊണ്ടാണ് ഈ ഒരു മാസവും സത്സംഗത്തിലിരുന്ന ശീലമുണ്ട്. മുരളി കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ സ്പർശിക്കുന്ന ചില പോയിൻ്റുകളുണ്ടാവും. അതായത് നമുക്ക് ഫീൽ ചെയ്യും, ബാബ ഇതെന്നോട് പറയണതാണ്. ആ ഫീൽ ചെയ്യുന്ന പോയിൻ്റുകൾ നിങ്ങൾ ഷോർട്ടായിട്ട് നോട്ട് ചെയ്യാം. ഫുൾ എഴുതാൻ ഒരു പക്ഷേ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സമയം കിട്ടില്ല. അപ്പോഴത്തേക്ക് അതിലെടുത്ത മഹാവാക്യം മിസ്സാവണ്ട. അതുകൊണ്ട് നമ്മൾ സ്കൂളിലും കോളേജിലും ഷോർട്ട് നോട്ട് എഴുതാറുണ്ടായിരുന്നല്ലോ, മുഖ്യ ബുള്ളറ്റ് പോയിൻറ്റ്സ് അതേപോലെ എഴുതുക. അതിനുശേഷം നിങ്ങൾക്ക് വാട്സപ്പിൽ നമ്മുടെ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് മുരളി പോസ്റ്റ് ചെയ്ത് തരും. ആ സമയത്ത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ഫുൾ മുരളി നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ കൂടുതൽ
റിവിഷനും സ്റ്റഡിക്കും നോട്ട്സും ഒക്കെ നിങ്ങൾക്ക് സ്വസ്ഥമായിരുന്ന് അതിൽ നിന്ന് നോട്ട് ചെയ്യാവുന്നതാണ്. എങ്കിലും മുരളി കേൾക്കുമ്പോൾ നമ്മളെല്ലാവരും ഭഗവാന്റെ മുന്നിൽ ഈശ്വരീയ വിദ്യാർത്ഥികളാണ്. അർജുനൻ ഭഗവാന്റെ അടുത്തിരിക്കുന്നത് പോലെ വീട്ടിലിരുന്നാണ് ഇപ്പോൾ നിങ്ങൾ മുരളി കേൾക്കുന്നത്. എപ്പോൾ സാഹചര്യം അനുകൂലമാകുന്നു തീർച്ചയായും നിങ്ങൾ ഭഗവാന്റെ വീട്ടിൽ ഈശ്വരീയ സേവാ കേന്ദ്രത്തിൽ പോകാൻ കഴിഞ്ഞാൽ സെൻറ്ററിൽ പോയിരുന്ന് മുരളി കേൾക്കുന്നതാണ് ഫസ്റ്റ് ക്ലാസ്. അതിന് പറ്റാത്ത സാഹചര്യത്തിലാണ് നമ്മൾ ഈ ഓൺലൈനിലെ മുരളി എപ്പോഴും ഉണ്ടാകും. എങ്കിലും മുരളിയുടെ സമയം ബാബ തന്നിരിക്കുന്ന പ്രഭാതമാണ്, രാവിലെ 7 തൊട്ട് 8 മണി വരെ. അതിന് പിന്നിലും ഒരു സൈക്കോളജി ഉണ്ട്. എന്തുകൊണ്ടെന്നാൽ രാവിലെ നമ്മൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ മനസ്സ് പ്ലെയിൻ പേപ്പറാണ്, ലിറ്റ്മസ് പേപ്പർ പോലെ, മഷി അതിനെ ഒപ്പിയെടുക്കും പോലെ. ആ സമയത്ത് നമുക്ക് ഭഗവാന്റെ മധുര മഹാവാക്യം, കാരണം ഇത് മുഴുവൻ പോസിറ്റീവ് എനർജി നൽകുന്ന ഫുഡാണ്. അപ്പം അതേപോലെ നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ രാവിലെ കഴിയുന്നത് പോലെ പിന്നെ എപ്പോൾ കേട്ടാലും ആകില്ല. കാരണം ഫുൾ ഡേ നമ്മൾ കാര്യവ്യവഹാരങ്ങളിൽ പോകുമ്പോൾ അനേക കാര്യങ്ങളിവിടെ ഈ പേപ്പറിൽ എഴുതും. അതുകൊണ്ട് രാവിലെ ഉണർന്നിരിക്കുമ്പോൾ ഫ്രഷ് പേപ്പറിൽ നമ്മൾ ആദ്യം ബാബയുടെ മധുര മഹാവാക്യങ്ങൾ എടുത്താൽ ഫുൾ ഡേ നമുക്ക് ആ ഈശ്വരീയ മഹാവാക്യങ്ങളുടെ ആധാരത്തിലുള്ള ഈശ്വരീയ ലഹരിയും ആത്മീയ സന്തോഷവും ആ ആത്മീയമായ ഒരു അവബോധത്തോടു കൂടി ഒരു വിവേകശാലിയായി ഫുൾ ഡേ നമുക്ക് ഏത് തരത്തിലുള്ള സിറ്റുവേഷനിലൂടെയും നമുക്ക് നമ്മളെ കൊണ്ടുപോകാൻ കഴിയും. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ബാബയുടെ മധുര മഹാവാക്യം. ഇത് 88-ലെ ഒരു മുരളിയാണ്. അപ്പം അതിൽ കുറച്ച് പോയിൻറ്റ്സ് നമുക്കിന്ന് കേൾക്കാം. ബാക്കി മറ്റന്നാൾ മുതൽ നിങ്ങൾക്ക് മുരളി കേൾക്കുമ്പോൾ ബാബയുടെ ഫുൾ മുരളി കേൾക്കാം. ഇന്നും നാളെയും മുരളിയിലെ കുറച്ച് മധുര മഹാവാക്യങ്ങൾ അതേപോലെ കേൾക്കാം. അതായത് ഭഗവാൻ എങ്ങനെയാണ് നമ്മളോട് സംസാരിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഈശ്വരൻ എങ്ങനെയാണ് സംസാരിക്കുക? നമ്മളും എല്ലാവരും സംസാരിക്കും. പല ആൾക്കാർ സംസാരിക്കുന്നത് നമ്മൾ കേൾക്കാറുണ്ട്, നമ്മളും പലരോടും സംസാരിക്കാറുണ്ട്. പക്ഷെ ഈശ്വരൻ എങ്ങനെയാണ് സംസാരിക്കുക? കേൾക്കുമ്പോൾ വേഴാമ്പലിനെ പോലെ ഇരുന്ന് കേൾക്കുക. ഇന്നത്തെ ഭഗവാന്റെ മഹാവാക്യങ്ങളുടെ സാരാംശം ഇതായിരുന്നു: സദാകാലത്തേക്കുള്ള പരിവർത്തനം എങ്ങനെ കൊണ്ടുവരും? നമ്മുടെ ലക്ഷ്യം അതല്ലേ, ട്രാൻസ്ഫോർമേഷൻ. നമ്മളെന്തിനാണ് ഭഗവാന്റെ അടുത്ത് വന്നത്? എനിക്ക് മാറണം, ഇത്രയും കാലം ജീവിച്ചതുപോലെ ജീവിച്ചാൽ പോരാ, ഒരു മാറ്റം ജീവിതത്തിന് വേണം. ആ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഫലമായി, അന്വേഷണത്തിൻ്റെ ഫലമായിട്ടാണല്ലോ നമ്മളെല്ലാവരും ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലാണെങ്കിലും എത്തിച്ചേർന്നിരിക്കുന്നത്. ഒരു സ്പിരിച്വൽ പാത്ത് എനിക്ക് വേണമെന്ന ബോധമുണ്ടായപ്പോഴാണ് ഭഗവാന്റെ ഒരു സപ്പോർട്ട് വേണം, ഒരു വലിയ ഈശ്വരീയ പരിവാരത്തിൻ്റെ സപ്പോർട്ട് നമുക്ക് അത്യന്താപേക്ഷിതമാണ്, എനിക്ക് ഒറ്റയ്ക്ക് മാറാൻ പറ്റില്ല, അത് നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു. ഇതുവരെ നമ്മൾ ഏതെല്ലാം മാർഗങ്ങളിലൂടെ പ്ലാറ്റ്ഫോമിലൂടെ സഞ്ചരിച്ചോ അതിലൂടെയും നമുക്ക് ആന്തരികമായൊരു പരിവർത്തനം കൊണ്ടുവരാൻ, നമ്മൾ ഉദ്ദേശിച്ച പോലെ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ പല മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ടാവും അല്ലേ. അപ്പം ഇന്നത്തെ ബാബ മുരളിയിൽ നൽകുന്നത് ഏത് കാര്യത്തിലൊരു മാറ്റം കൊണ്ടുവരണം നമ്മൾ ആഗ്രഹിക്കുന്നോ ആ പർട്ടിക്കുലർ കാര്യം മാറാൻ എന്ത് ചെയ്യണം, അതിനുള്ള ഇത്രയും സ്പഷ്ടീകരണം ലോകത്ത് ഒരാൾക്കും നമുക്ക് തരാൻ പറ്റാത്ത അത്ര സ്പഷ്ടീകരണമാണ് ബാബ എന്ന മുരളിയിൽ തരണം. നമുക്ക് കേൾക്കാം. आज सर्व के भाग्य विधाता बाप अपने होली हमसों से ज्ञान रत्नों की होली मनाने आए हैं. ഭഗവാൻ പറയുന്നത്, മക്കളെ, ഇന്ന് സർവരുടെയും ഭാഗ്യവിധാതാവായ അച്ഛൻ, ഹോളി ഹംസങ്ങളായ മക്കൾ, ജ്ഞാനരത്നങ്ങൾ കുത്തിയെടുക്കുന്ന ഹോളി ഹംസങ്ങളായ മക്കളോടൊപ്പം ആഘോഷത്തിനെത്തിച്ചേർന്നിരിക്കുകയാണ്. മക്കളെ ഹോളിയാക്കുന്ന ആഘോഷം. ഹോളി പറഞ്ഞ പവിത്രത, പ്യൂരിറ്റി. മക്കളെ പാവനമാക്കുന്നതിന് വേണ്ടി അച്ഛൻ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതാണ് ബാബയുടെ ഭാഷ. മനസ്സിലായില്ലേ? ബാബയുടെ സംസാരം. ഭഗവാൻ സംസാരിക്കുന്നത് ഇപ്രകാരമാണ്. ഓരോരോ വാക്കും ഫീൽ ചെയ്യുക. മുരളി കേൾക്കാനുള്ളതല്ല, എന്ത് ചെയ്യണം? മുരളി അനുഭവിക്കാനുള്ളതാണ്. ഓരോ വാക്കും കേൾക്കുമ്പോൾ, ബാബ എന്ന് കേൾക്കുമ്പോൾ ശിവബാബ ഓർമ്മ വരണം. ഹോളി ഹംസം,
ആത്മാവ് ഒരു പവിത്ര ഹംസമാണ് അല്ലേ? ഭഗവാൻ മക്കളോടൊപ്പം മക്കളെ പാവനമാക്കി മാറ്റാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ബാബ ഭൂമിയിൽ വന്നതും എന്നെ സെലക്ട് ചെയ്തതും ആ ചിത്രം ബുദ്ധിയിൽ കണ്ടുകൊണ്ടിരിക്കണം. കാതിലൂടെ കേൾക്കുക, മനസ്സ് ബുദ്ധി അതിൻ്റെ ചിത്രം നിർമ്മിക്കുക, മനസ്സ് ആ ഓരോ ചിത്രത്തിനും അനുസരിച്ച് ഫീൽ ചെയ്യുക. ഇതാണ് മുരളി കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നടക്കേണ്ട പ്രക്രിയ. വെറുതെ കേട്ടുകൊണ്ടിരുന്ന ഉള്ളിൽ പോയില്ല. കേൾക്കുക, ബുദ്ധി ചിത്രം നിർമ്മിക്കുക, വിഷ്വലൈസ് ചെയ്യുക, മനസ്സോരോ ചിത്രങ്ങളും അല്ലേ മുന്നിൽ കാണുമ്പോൾ ഒരനുഭൂതി നമുക്കുണ്ടാവും. അപ്പോൾ ബാബ എന്ത് പറയുന്നു അത് നമ്മുടെ അനുഭൂതിയായിട്ട് കേൾക്കുക, ചിന്തനം ചെയ്യുക, അതിൽ മഗ്നമാക്കുക. അപ്പോൾ യോഗമായി ജ്ഞാനം എന്താകും? യോഗമായി മാറും. ഇതിലൂടെ കേട്ടത് ഇവിടേക്ക് എത്തും. ഇല്ലെങ്കിൽ ഇവിടുന്ന് കേട്ട് ഇതുവഴി പോവും. നമ്മൾ പറയില്ലേ, ഒരു കാതിലൂടെ കേട്ട് മറുകാതിലൂടെ പോവും. ഇവിടുന്ന് ഇവിടേക്ക് പോകാതിരിക്കണമെങ്കിൽ ഇവിടെ പ്രോസസ്സിങ് നടക്കണം. ഏത് പ്രോസസ്സിങ്? മനസ്സിൻ്റെയും ബുദ്ധിയുടെയും പ്രോസസ്സിങ്. അതാണ് അനുഭൂതി നമുക്ക് നൽകുക. അപ്പോൾ മുരളി എന്ത് ചെയ്യണം? അനുഭവിക്കുക. മനാന അർത്ഥാത് മിലൻ മനാന. ആഘോഷമർത്ഥം മിലനം, പ്രഭു മിലനമാണ്, ഈശ്വരനുമായിട്ടുള്ള കൂടിക്കാഴ്ചയാണ് അല്ലേ? നമ്മൾ മനുഷ്യരോടൊപ്പമാണെങ്കിലും ബാബ പറയണേ ആഘോഷമായിരിക്കണം ജീവിതം, സന്തോഷം ആഘോഷിക്കാനുള്ളതാണ് ലൈഫ്. അത് ഭഗവാനോടൊപ്പമാണെങ്കിൽ പ്രഭുമിലനം, ആത്മാക്കളോടൊപ്പമാണെങ്കിൽ ആത്മീയ മിലനം. ബാബ് ദാദ ഹരേക് അതിസ്നേഹി സഹജ യോഗി. ഇനി അടുത്ത മധുരമഹാവാക്യത്തിൽ പറയുന്നത് ബാബ ഓരോ അതിസ്നേഹികളായ സഹജ യോഗികളായ സദാ ഭഗവാന്റെ കാര്യത്തിൽ സഹയോഗികളായ തൻ്റെ പാവനമായ മനോഭാവത്തോടെ പാവന ദൃഷ്ടിയോടുകൂടി സൃഷ്ടിയെ പരിവർത്തനപ്പെടുത്തുന്ന പവിത്ര ആത്മാക്കളെ കണ്ടിട്ട് സന്തോഷിക്കുകയാണ്. എത്ര വിശേഷണങ്ങളാണ് ബാബ നമുക്ക് തന്നത്. എന്നിട്ടാണ് കാര്യം പറയണം. ഇത് നമുക്കുള്ള ട്രെയിനിങ്ങാണ്. എന്തിനുള്ള ട്രെയിനിങ്? ഒരാളോട് എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് ആദ്യം അവർക്ക് അവരുടെ സുമാനങ്ങളെ, അവർക്ക് എന്തൊക്കെ നന്മകളുണ്ട്, വിശേഷതകളുണ്ട്, അത് ഓർമ്മിപ്പിച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ അവരോട് എന്തെങ്കിലും പറയാൻ. അപ്പം നമ്മൾ നമ്മുടെ മക്കൾക്കൊരു കറക്ഷൻ കൊടുക്കുകയാണെങ്കിൽ പോലും ആദ്യം കറക്ഷനല്ല കൊടുക്കേണ്ടത്. എന്ത് ചെയ്യുക? ബാബ നോക്ക് എത്ര വിശേഷണങ്ങളാണ് നമുക്ക് തന്നേ. കാര്യം പറയുന്നതിന് മുമ്പ് എന്താ പറഞ്ഞേ? എൻ്റെ അതിസ്നേഹികൾ, സഹജയോഗി കുട്ടികൾ, ഭഗവാന്റെ കാര്യത്തിലെ സഹയോഗികൾ, പവിത്ര വൃത്തി ദൃഷ്ടിയുള്ളവർ അല്ലേ, അങ്ങനെയുള്ള പവിത്ര ഹംസങ്ങളായ മക്കളെ കണ്ടിട്ട് അച്ഛൻ സന്തോഷിക്കുക. ബാബയ്ക്ക് എനിക്ക് നിങ്ങളെ കണ്ടിട്ട് സന്തോഷിക്കുകയാണ് ഞാനെന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അങ്ങനെ പറയണില്ല ബാബ. അതിന് മുമ്പ് എന്താ ചെയ്യണേ? നമ്മൾ മക്കളുടെ അനേകം നമ്മളിതുപോലെ ആയിത്തീർന്നിട്ടില്ല. ആയിത്തീർന്നിട്ടല്ല ബാബ പറയണേ, പക്ഷെ നമ്മൾ എങ്ങനെ ആയിത്തീരണം ആ കണ്ണിലാണ് ബാബ ഇപ്പോൾ കാണുന്നത്. നമ്മൾ സമ്പൂർണ്ണ പവിത്രാണോ? നമ്മുടെ മനോഭാവം സമ്പൂർണ്ണ പാവനാണോ? നമ്മൾ ബാബയുടെ അതിസ്നേഹിയായി മാറിയോ? സഹജയോഗിയായോ? ഭഗവാന്റെ കാര്യത്തിൽ സദാ സഹയോഗികളായോ? ആയിട്ടില്ല. പക്ഷേ ബാബ എന്താകണമോ അതാ പറയാ, എന്തല്ലയോ അത് പറയില്ല. അതാണ് അടുത്ത ബാബയിൽ നമുക്ക് കിട്ടുന്ന ലെസൺ. ആരെയും നമ്മളെങ്ങനെ കാണണം, ആര് എങ്ങനെ ആയിത്തീരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നോ അതേ കാര്യം അവരോട് പറയണം. അതാണ് ബാബ നൽകുന്ന അടുത്ത ട്രെയിനിങ് അല്ലേ. അപ്പോൾ ബാബ പറയണേ കുട്ടികൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ട്, ആഘോഷിക്കുക അർത്ഥം പാവനമാകുന്നതിനുള്ള വിധി, പവിത്രമായി തീരാനുള്ള വിധിയാണ് ബാബ ഇന്ന് കുട്ടികളുമായിട്ടുള്ള ഈ മിലനത്തിൽ കുട്ടികൾക്ക് നൽകുന്നത്. എങ്ങനെ പാവനമാകുക പറയണം ബാബ. പാവനമാകണമെങ്കിൽ എന്ത് ചെയ്യണം? ശുദ്ധി വരുത്താൻ എന്താ ചെയ്യുക? അഗ്നിയിലിടുക. ഏതാ അഗ്നി നമുക്കുള്ളത്? യാദ് കി ലഗൻ കി അഗ്നി ദ്വാര. ഇഷ്ടത്തോടെ വളരെയധികം സ്നേഹത്തോടെ ഭഗവാനെ ഓർമ്മിക്കുമ്പോൾ ഉണ്ടാകുന്ന ഈശ്വരൻ്റെ കിരണങ്ങൾ, അതിൽ സ്നേഹത്തോടെ മുഴുകിയിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഓർമ്മയുടെ അഗ്നിയിൽ സദാ അപവിത്രതയെ കത്തിച്ചു കളയും.
മനസ്സിലായില്ലേ? സ്നേഹത്തോടെ, അതിയായ സ്നേഹത്തോടെ, അതിയായ ഇഷ്ടത്തോടെ പ്രഭുവിനെ സ്മരിച്ചുകൊണ്ടിരിക്കുമ്പോഴുണ്ടാകുന്ന ഓർമ്മയുടെ അഗ്നിജ്വാല. സ്നേഹാഗ്നിയാണ്, ഇഷ്ടത്തിൻ്റെ അഗ്നിയാണ്, പ്രേമാഗ്നിയാണ്. അതിലെന്ത് ചെയ്യും? നമ്മുടെ ഉള്ളിലെ, ആത്മാവിൻ്റെ ഉള്ളിലെ അപവിത്രത കത്തുമ്പോഴാണ് ആത്മാവ് ശുദ്ധമാകുന്നത്. അങ്ങനെ ശുദ്ധമായ ആത്മാവിനെയാണ് എന്ത് പറയുക? പാവനാത്മാവ്, പവിത്രാത്മാവ്, ഹോളി അല്ലേ? അപ്പോഴേ പറയുക ഹോളി, ഹോളിയസ്റ്റ്. അപ്പോൾ ബാബ പറയുന്ന ആദ്യം അശുദ്ധിയെ കത്തിക്കൂ, ഫിർ രംഗ് കി ഹോളി. ബാബ പറയണ പിന്നെ പരമാത്മാവിൻ്റെ നിറം നിങ്ങളുടെ മേൽ ചാർത്തപ്പെടും. ഈശ്വരൻ എന്ത് പറയുന്നു? ഭഗവാന്റെ നിറം എന്ന് പറഞ്ഞാൽ എന്താ? ബാബ എന്ത് പറയുന്നു അത് നമ്മുടെ ഉള്ളിൽ പോകണമെങ്കിൽ ബാബ പറയണ ആദ്യം നിങ്ങൾ കുപ്പ കത്തിക്കൂ. അകത്തുള്ളത് കുപ്പ ഇവിടെ ഇരിക്കുമ്പോൾ ഭഗവാൻ പറയുന്നത് ഉള്ളിൽ കാതിൽ കേൾക്കാൻ പറ്റും, പക്ഷെ ഇവിടെ പതിയില്ല പറയുക ബാബ. അതുകൊണ്ട് ആദ്യം ഇവിടെ എന്ത് ചെയ്യണം? ക്ലീനിങ്. ഇനി എന്താണ് കുപ്പ കത്തിക്കൽ? അതാണ് ഇന്നത്തെ മുരളിയുടെ എസെൻസ്. എങ്ങനെ കുപ്പ കത്തിക്കണം? ഇവിടെ എന്തൊക്കെ കുപ്പയുണ്ടോ അതൊക്കെ എങ്ങനെയാണ് കത്തിക്കേണ്ടത്? ജലാന അർത്ഥാത് നാം നിശാൻ സമാപത് കർണ. കത്തിച്ച് കളയ അർത്ഥം എന്താ? പേരോ അടയാളമോ ഇല്ലാത്ത രീതിയിൽ എല്ലാ വേസ്റ്റും കത്തിക്കണം. പേരോ അടയാളമോ ഇല്ലാത്ത രീതിയിൽ എങ്ങനെ കത്തിക്കും? എങ്ങനെ ഇല്ലാണ്ടാക്കും? ബാബ പറയണ രാവണനെ ഇല്ലാണ്ടാക്കുന്നത് കണ്ടിട്ടില്ലേ? എന്താ ചെയ്യുക? രാവണനെ ആദ്യം അടിച്ച് കൊല്ലും, എന്നിട്ട് എന്തു ചെയ്യും? കത്തിച്ചു വിടും. ദസറയ്ക്ക് അങ്ങനെയല്ല ചെയ്യുക. വലിയ കോലം ഉണ്ടാക്കും രാവണൻ്റെ, 4 വശത്തു നിന്ന് തല്ലി അല്ലേ, അവസാനം എന്തു ചെയ്യും? തീ കൊളുത്തി വിടും. അതിനു മുമ്പ് എറിയലും അടിക്കലുമൊക്കെയാണ്. അവസാനമാണ് എന്തു ചെയ്യുക? കത്തിച്ചും കൂടെ വിടാം. കാരണം പറയണം ബാബ, ഇതിൻ്റെ പിന്നിലൊരു സൂക്ഷ്മ സൈക്കോളജി പറയണം ബാബ. നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള വേസ്റ്റ്, നമ്മുടെ ദുർബലതകൾ അല്ലേ കത്തിച്ച് കളയേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറയണം ബാബ. ബാബ പറയണേ ഈ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ ദുർബലതകളെ കത്തിക്കുന്നതിൻ്റെ ഓർമ്മയ്ക്കാണ് ദസറ സമയത്ത് രാവണൻ്റെ കോലമുണ്ടാക്കി കത്തിക്കുന്നത്. ആ കോലം എന്താണ്? രാവണക്കോലം അപവിത്രതയുടെ സിമ്പലാണ്. അപവിത്രത. മൈസൂർ ദസറയൊക്കെ ഭയങ്കര ഫേമസ് അല്ലേ? എത്ര വലിപ്പമുള്ള രാവണനെയാണ് ഉണ്ടാക്കണേ. ഇപ്പോഴല്ലേ നമുക്ക് മനസ്സിലായേ ആരാ രാവണൻ അല്ലേ? നമ്മുടെ ഉള്ളിലുള്ള രാവണ സ്വഭാവങ്ങൾ. ഇപ്പോൾ വലിയ കോലം എന്തുകൊണ്ടാണ് ഉണ്ടാക്കണേ? ഇപ്പം നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും രാവണ സ്വഭാവം കൂടി വന്നു കഴിഞ്ഞു അല്ലേ? വലിയ രാവണന്മാരാ. ക്രോധം അതിൻ്റെ അങ്ങേയറ്റമാണ്, അഹങ്കാരം അങ്ങേയറ്റമാണ്. കൊച്ചു കുട്ടികൾ, ജനിച്ചു വീഴുന്ന കുട്ടികൾക്ക് മുതൽ തുടങ്ങിയിട്ടുണ്ട് അല്ലേ? അങ്ങനെ സമസ്ത വിശ്വവും ആരെ അടക്കി ഭരിക്കണേ? രാവണനാണ്. അതുകൊണ്ട് വലിയ കോലം കത്തിക്കും. ബാപ്ദാദ സദൈവ സുനാത്തെ ഹേ ഈ ബ്രാഹ്മണോं की. അതുകൊണ്ട് ബാപ്ദാദ പറഞ്ഞ ബാബ പറഞ്ഞ ശിവബാബ, ദാദ പറഞ്ഞ ബ്രഹ്മബാബ. ശിവബാബ ബ്രഹ്മബാബയിലൂടെ കുട്ടികൾക്ക് നൽകുന്ന നിർദ്ദേശം എന്താണ്? മക്കളെ പവിത്രമായി മാറും. അപവിത്രതയെ കൊന്നുകളയുക മാത്രമേ ചെയ്തുള്ളൂ, അതോ ഡെഡ് ബോഡി കത്തിച്ച് കളയുകയും കൂടി ചെയ്തു? അങ്ങനെയല്ലേ? ആരെങ്കിലും മരിച്ചാൽ എന്ത് ചെയ്യും? മരിച്ചു എന്ന് പറഞ്ഞിട്ട് ബോഡി വെക്കില്ലല്ലോ. ബോഡി പിന്നെ എന്ത് ചെയ്യും? ഉടനെ സംസ്കരിക്കും അല്ലേ? സംസ്കരിച്ചതിന് ശേഷവും പിന്നെ അടുത്ത ചടങ്ങുണ്ട്. എന്താ ചെയ്യുക അല്ലേ? അസ്ഥി നിമഞ്ജനുണ്ട്. ചാരം കൊണ്ടുപോയി അല്ലേ കടലിലൊഴുക്കും. ബാബ പറയുന്നത് അതേപോലെ ബാബ പറയും നിങ്ങളുടെ ഉള്ളിലെ ദുർബലതകളെ എന്ത് ചെയ്യണം അല്ലേ? ഇല്ലാണ്ടാക്കുക. അർത്ഥം ബാബ പറയണേ കത്തിച്ച് കളയണം. ഇല്ലെങ്കിലോ ഏതെങ്കിലും ഒരു വീക്ക്നെസ്, ബാബ പറഞ്ഞ ഒരു ശ്വാസം പോലും, ഒരു ശ്വാസത്തിൻ്റെ രൂപത്തിലെങ്കിലും ഉള്ളിൽ അംശം മാത്രമെങ്കിലും ഉണ്ടെങ്കിൽ ആ അംശത്തിൽ നിന്ന് എന്ത് ചെയ്യും? വംശം ജനിക്കും. വീണ്ടും രാവണൻ പുറത്തു വരും. അല്പമെങ്കിലും ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചാൽ മതി പറയാ ബാബ. ഇത്തിരി രാവണ സ്വഭാവമെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെ, ക്രോധത്തിൻ്റെ ഒരു ബീജമെങ്കിലും നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അനുകൂല സാഹചര്യം വരുമ്പോൾ, വിത്തല്ലേ ബീജമല്ലേ, ബാബനൊരു തുള്ളിയെങ്കിലും വിത്ത് പോലെ ഇവിടെ കിടന്ന വിപരീത സാഹചര്യം എന്തെങ്കിലും വരുമ്പോൾ, വിപരീത സാഹചര്യം എന്ന് പറയുന്നത് എന്താണ്? ഈ വിത്തിന് വെള്ളവും വളവും കിട്ടണമല്ലേ. അപ്പോൾ എന്താകും?
ആ സംസ്കാരം നമ്മുടെ പുറത്ത് വരുന്നത് കാണാം. അപ്പോഴാണ് നമ്മൾ വിചാരിക്കും, അയ്യോ ഞാൻ വിചാരിച്ചു ഞാൻ എല്ലാ സ്വഭാവത്തെയും കത്തിച്ച് കളഞ്ഞു, ഞാൻ ബാബയ്ക്ക് രക്ഷാബന്ധനത്തിന് എല്ലാം കളഞ്ഞു എന്ന് വിചാരിച്ചതാണ്, ഞാൻ ബാബയ്ക്ക് എഴുതി കൊടുത്തതാ അല്ലേ. ബാബ പറയണേ അപ്പനെ ആപ്കോ ചെക്ക് കർനാ പടേ. അടുത്തത് ദ ഡയറക്ഷൻ, അവരവരെ പരിശോധിക്കണം. കളഞ്ഞു എന്ന് മാത്രം പറഞ്ഞിട്ടിരിക്കല്ലേ പറയാ ബാബ. എത്രത്തോളം കളഞ്ഞു, എത്രത്തോളം അതെൻ്റെ ഉള്ളിൽ നിന്ന് പോയി, ഓരോ ദുർബലതയും അത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം, സ്വപരിശോധന. ഇനി എത്ര വരെ കളയണം? സ്വപ്നമേം ഭി അപവിത്രത കാ ചിപാ ഹുവ. സ്വപ്നത്തിലെങ്കിലും അപവിത്രതയുടെ മറഞ്ഞിരിക്കുന്ന, ബാബ പറയുന്ന അശുദ്ധി, അപവിത്രത സ്വപ്നത്തിലെങ്കിലും ഉണ്ടെങ്കിൽ ബാബ പറയണ അതിന് ജീവൻ വയ്ക്കും കുറച്ച് കഴിയുമ്പോൾ. രാവണൻ്റെ തല കണ്ടിട്ടില്ലേ കഥയിൽ? രാവണനെ കൊല്ലുമ്പോൾ ഓരോ ശിരസ്സും മറുക്കും, പക്ഷെ വീണ്ടും എന്തു ചെയ്യും? അടുത്ത തല തിരിച്ചു വരും. ഇതുപോലെ ബാബ പറയണേ നമ്മൾ 5 ദുർവികാരങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ ദുർബലതകളുടെ ലിസ്റ്റുണ്ടോ നമുക്ക് മനസ്സിലായി ഇതൊക്കെയാണ് എൻ്റെ ഉള്ളിലെ മുള്ളുകൾ. ഓരോന്ന് കളയാൻ ശ്രമിക്കും ബാബന് അടുത്തടുത്ത തലകൾ ചിലപ്പോൾ അടുത്തടുത്ത സമയത്ത് ഓരോ സാഹചര്യത്തിൽ പുറത്ത് വരും. അതുകൊണ്ട് ഇസ്കോ കേത്തെ ഹേ, ബാബ പറയണേ സമ്പൂർണ്ണ ശ്രേഷ്ഠ പാവന ആത്മാവെന്ന് പറയണമെങ്കിൽ സങ്കല്പത്തിലും സ്വപ്നത്തിലും പോലും പരിവർത്തനം ഉണ്ടാകണം. സ്വപ്നത്തിൽ പോലും ഇനി ഒരു അശുദ്ധ സ്വപ്നം പോലും കാണാൻ പാടില്ല. എൻ്റെ സങ്കല്പത്തിൽ പോലും ഒരു അശുദ്ധ വിചാരം, ഒരു അശുദ്ധ സങ്കല്പം പോലും വരാത്ത അവസ്ഥയിലെത്തിയാലേ എന്ത് പറയാൻ പറ്റൂ? സമ്പൂർണ്ണ പവിത്രത. അതുവരയ്ക്കും നമ്മൾ എന്ത് ചെയ്യണം എന്നർത്ഥം? നമ്മുടെ ഉള്ളിൽ ക്ലീനിങ്ങും കത്തിക്കലും നടത്തിക്കൊണ്ടിരിക്കും എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നോ? ഇവിടെ ക്ലീനായി, ക്ലിയർ, ഒരു സങ്കല്പം പോലും എനിക്ക് വേണ്ടാത്തത് വരുന്നില്ല, ഒരു വ്യർത്ഥ സങ്കല്പം പോലെ. അപ്പോൾ എന്ത് പറയാം? ശുദ്ധ പവിത്ര ആത്മാ, ഹോളി ഹംസം. ഇന്ന് ബാബ പറയണേ, ഇന്ന് ബാബ വീട്ടിലിരുന്നുകൊണ്ട്, വദനത്തിലിരുന്നുകൊണ്ട് മക്കളുടെ ബാബ പിന്നെ റെക്കോർഡൊന്ന് പരിശോധിക്കുകയായിരുന്നു. ഏത് റെക്കോർഡ്? നിങ്ങൾ ഓരോ മക്കളും സങ്കല്പം കൊണ്ടും എഴുതി ലെറ്ററായിട്ടും പ്രതിജ്ഞകളായിട്ടും പലതവണ ഭഗവാന് മുന്നിൽ സമർപ്പിച്ചിട്ടുള്ള പ്രതിജ്ഞകൾ നോക്കുകയായിരുന്നു ബാബ എന്ന ഫയലൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുമായിരുന്നു. നമ്മൾ പലപ്പോഴും പല അവസരങ്ങളിൽ എന്തു ചെയ്യും? ഈശ്വരൻ്റെ മുന്നിൽ പല പ്രതിജ്ഞകളും ചെയ്യുമല്ലോ. ബാബ ഇന്ന് മുതൽ ഇനി ഞാൻ ഭഗവാനെ ഇനി ഞാൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല, ഇങ്ങനെ പ്രവർത്തിക്കില്ല, ഇങ്ങനെ പെരുമാറില്ല പലപ്പോഴും നമ്മൾ വാക്ക് കൊടുക്കുമല്ലോ. അപ്പം നമ്മളെന്ത് വിചാരിക്കും? ബാബയോട് പറഞ്ഞത് എനിക്ക് മാത്രമല്ലേ അറിയുള്ളൂ. അല്ല, നമ്മൾ എന്ത് സങ്കല്പം വയ്ക്കുന്നു. ഇപ്പം നോക്കൂ, നമുക്ക് ടെലിപ്പതി അറിയാമല്ലോ, നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവും. നിങ്ങളുടെ മക്കളാരെങ്കിലും അമേരിക്കയിൽ ഇരിക്കുകയാണെങ്കിൽ ഇവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾ വിചാരിക്കുകയാണ് എൻ്റെ മോനൊന്ന് വിളിച്ചിരുന്നെങ്കിൽ, അപ്പം തന്നെ അവർക്ക് സങ്കല്പം കിട്ടും. അവർ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം വിളിക്കും. എന്നിട്ട് എന്ത് പറയും? അമ്മയുടെ എനിക്ക് ഓർമ്മ വരുന്നുണ്ടായിരുന്നു, രാവിലെ മുതൽ വിളിക്കണം, ഇപ്പോഴാണ് ഫ്രീ കിട്ടിയ, അപ്പം വിളിച്ചു. എന്താ കാര്യം? അവരെ വിളിപ്പിച്ചതാണ്. ആര് വിളിപ്പിച്ചതാണ്? നമ്മൾ വിളിപ്പിച്ചതാണ്. നമ്മൾ ഫോണിൽ കൂടെ അല്ല വിളിച്ചത്. എങ്ങനെ? നമ്മുടെ സങ്കല്പം അവരുടെ അടുത്തെത്തി അല്ലേ? അതേപോലെ നമ്മൾ മനസ്സുകൊണ്ട് ഈശ്വരൻ്റെ അടുത്ത് എന്ത് സങ്കല്പം വെച്ചാൽ ഭഗവാനും ആരാ? ഒരു ആത്മാവിൻ്റെ സങ്കല്പം ഒരു ആത്മാവിൻ്റെ അടുത്തേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ഓർമ്മിക്കണം, ആത്മാക്കളായ നമ്മുടെ സങ്കല്പം പരമാത്മാവിൻ്റെ അടുത്തെത്തില്ലേ? തീർച്ചയായിട്ടും എത്തും. കാരണം അത് നമ്മുടെ അച്ഛനും അമ്മയാണ്. നമ്മുടെ സഹോദരാത്മാക്കളുടെ അടുത്തേ എത്തുമെങ്കിൽ പരമാത്മാ നമ്മുടെ മാതാപിതാവാണ്. നിങ്ങൾക്ക് അനുഭവം ഉണ്ടാകും, നിങ്ങളുടെ മക്കൾക്ക് സാധാരണ ശരീരത്തിന് ജന്മം നൽകിയ മാതാപിതാക്കൾക്ക് പോലും നിങ്ങളുടെ മക്കൾക്ക് എന്തെങ്കിലും ഒരു വയ്യായിക ഉണ്ടെങ്കിൽ പോലും അവർ പറയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ ഫീൽ ചെയ്യും, ദൂരത്താണെങ്കിൽ എൻ്റെ കുട്ടിക്ക് എന്തോ ഒരു വയ്യായിക ഉണ്ടെന്ന് തോന്നുന്നു. കാരണം അവരുമായി നിങ്ങളുടെ മനസ്സൊരു സിങ്ക്രണൈസേഷനിലാണ്, ഒരു എനർജി എക്സ്ചേഞ്ച് നടന്നുകൊണ്ടിരിക്കും. അവർ പറഞ്ഞില്ലെങ്കിൽ പോലും അവരുടെ ചെറിയ വൈബ്രേഷൻ എക്സ്ചേഞ്ച് നിങ്ങൾക്ക് ഫീൽ ചെയ്യും അല്ലേ? അപ്പം നമ്മൾ ഉടനെ ഫോൺ വിളിച്ച് ചോദിക്കില്ല, എന്താ മോളെ നിനക്ക് എന്തെങ്കിലും വയ്യായിക ഉണ്ടോ? അമ്മയ്ക്ക് തോന്നണു, അച്ഛന് തോന്നൽ വരണു, നിനക്കെന്തോ വയ്യായിക ഉണ്ടെന്ന് ഫീൽ ചെയ്തിട്ടില്ലേ പലപ്പോഴും? അവരെത്ര ദൂരത്തിലാണെങ്കിലും. എന്താ കാരണം? എനർജി എക്സ്ചേഞ്ച്. അതാണ് പറയണ ബാബ, വൈബ്രേഷൻസ് സഞ്ചരിക്കും.
അതിന് പാസ്പോർട്ടും വിസയൊന്നും ആവശ്യമില്ല. അതേപോലെ നമ്മൾ ആത്മാവിൽ നിന്ന് എന്ത് സങ്കല്പം നമ്മൾ എടുക്കുന്നോ, ബാബ പറയണ എല്ലാം ആരുടെ അടുത്തെത്തും? ആരുടെ അടുത്തെത്തിയിട്ടുണ്ട്? ഓരോ സങ്കല്പവും ബാബയുടെ അടുത്തെത്തും. അതുകൊണ്ട് എന്ത് ചെയ്യുക? സൂക്ഷിച്ചിട്ട് വേണം ചിന്തിക്കാൻ. സൂക്ഷിച്ച് വേണം ചിന്തിക്കാൻ. ചിന്തിക്കേണ്ടതേ ചിന്തിക്കാവൂ, നടക്കേണ്ടതേ ചിന്തിക്കാവൂ. കാരണം ഓരോ സങ്കല്പം എന്താണ്? വൈബ്രേറ്റ് ചെയ്യും. ആ വൈബ്രേഷൻസ് എത്തേണ്ടടുത്തെത്തും. ഇത് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും ആരെക്കുറിച്ച് നമ്മൾ വിചാരിക്കണം, അവരുടെ അടുത്തെത്തും. അവർക്കൊരു പക്ഷേ വ്യക്തമായിട്ട് എന്താണെന്നറിയില്ല, പക്ഷെ നമ്മൾ ഒരാളെക്കുറിച്ച് നല്ലത് ചിന്തിച്ചാൽ അവർക്ക് നമ്മളുടെ മനസ്സ്, നമ്മുടെ മുഖം ഓർമ്മ വരും, നല്ല ഫീലിങ്സ് അവർക്ക് തോന്നും. നമ്മൾ ആരെക്കുറിച്ചെങ്കിലും മോശം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ മോശ വൈബ്രേഷൻ അവർക്ക് നമ്മളെപ്രതി ഒരു ഇറിറ്റേഷൻ ഉണ്ടാവും, നമ്മളെപ്രതി ഒരു വെറുപ്പ് തോന്നും, അസ്വസ്ഥത തോന്നും, ഒപ്പം നമ്മുടെ ഓർമ്മയും വരും. അപ്പോൾ ഭഗവാനും അതേപോലെ നമ്മുടെ സങ്കല്പങ്ങൾ ആരുടെ അടുത്തെത്തും? ബാബ പറയണ എൻ്റെ അടുത്ത് എത്തും. എൻ്റെ റെക്കോർഡിലുണ്ട് നിങ്ങളുടെ ഫയലുകളെല്ലാം. ഏത് ഫയലുകൾ? നിങ്ങൾ ബാബയോട് ചെയ്ത പ്രതിജ്ഞകൾ. ബാബ പറഞ്ഞ പ്രതിജ്ഞ ചെയ്യുന്നത് നല്ലതാണ് മക്കളെ. ഭഗവാന്റെ അടുത്ത് പ്രതിജ്ഞ ചെയ്യുന്നത് വായദേ സെ ഫായദ ഹുതാ ഹെ. കാരണം പ്രതിജ്ഞകൾക്ക് പ്രയോജനമുണ്ട്. ക്യോങ്കി ദൃഢത ഫുൾ അറ്റൻഷൻ രഹത്താ ഹെ. കാരണം ഭഗവാന്റെ മുന്നിലൊരു പ്രതിജ്ഞ വയ്ക്കുമ്പോൾ, പണ്ട് മുതലേ നമ്മളെക്കൊണ്ട് പ്രതിജ്ഞ ചെയ്യിക്കാറില്ലേ പലപ്പോഴും. എന്താ കാരണം? പ്രതിജ്ഞ എന്ന് പറഞ്ഞ ഒരു ദൃഢതയാണ്. ദൃഢസങ്കല്പം വയ്ക്കുമ്പോൾ ഞാൻ ഈ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. അങ്ങനെയല്ലേ നമുക്ക് ഓർമ്മ വരില്ലേ? ഞാൻ അമ്മയ്ക്ക് കൊടുത്ത വാക്കാ, ഞാൻ എൻ്റെ അച്ഛന് കൊടുത്ത വാക്കാ, അത് അവർ മരിച്ചാലും ഞാൻ മരിച്ചാലും ഞാൻ ഒരിക്കലും പാലിക്കാതിരിക്കില്ല. ചിലപ്പോൾ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ പോയിട്ടുണ്ടാവും, പക്ഷെ എന്നാലും നമ്മൾ പലപ്പോഴും ഓർമ്മിക്കില്ലേ, ഞാൻ എൻ്റെ അമ്മയ്ക്ക് വാക്ക് കൊടുത്തിട്ടുള്ളതായത്. അവരിന്നില്ല പറഞ്ഞ് എനിക്ക് ആ വാക്ക് തെറ്റിക്കാൻ പറ്റില്ല. പ്രതിജ്ഞ, ദൃഢത അല്ലേ? അങ്ങനെയെങ്കിൽ ഭഗവാനോട് ചെയ്ത പ്രതിജ്ഞകൾ ബാബ പറയുന്ന ഏതെല്ലാം അവസരത്തിൽ ബാബയോട് നിങ്ങൾ എന്തെല്ലാം പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടോ ആ പ്രതിജ്ഞകളുടെ ഗുണമാണ് ബാബ പറഞ്ഞ ഫുൾ അറ്റൻഷൻ നിങ്ങൾക്ക് വരും. ഞാൻ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കത് പാലിക്കണം. ബാർ ബാർ വായതേക്ക് സ്മൃതി. പ്രതിജ്ഞയുടെ യൂസ് എന്താണ്? ഫലം എന്താണ്? ഇടയ്ക്കിടയ്ക്ക് പ്രതിജ്ഞ ഓർമ്മ വരുമ്പോൾ അതിലൂടെ തന്നെ ശക്തി ഉണ്ടാകും. ആ പ്രതിജ്ഞ ഓർമ്മിച്ചാൽ തന്നെ ആത്മാവിൻ്റെ ഉള്ളിൽ ശക്തി വരും. ഇസ് കാരണം തോടാ ബഹോത് ബാബന പ്രതിജ്ഞ ചെയ്തെന്ന സ്മൃതി തന്നെ നിങ്ങളുടെ ഉള്ളിൽ അല്പം പരിവർത്തനം ഉണ്ടാക്കും. ഫസ്റ്റ് സ്റ്റെപ്പ് പരിവർത്തനത്തിൻ്റെ ഏതാണ്? പ്രതിജ്ഞ. ചിലർ പറയില്ല, ഓ നമ്മളൊരു വാക്ക് കൊടുത്തത് കൊണ്ട് എന്താ, വാക്കുകൊണ്ട് അല്ല നമ്മൾ പേപ്പറിൽ പ്രതിജ്ഞ എഴുതിയത് കൊണ്ട് എന്താ. ബാബ എല്ലാത്തിലും ഉണ്ട്. ഒന്നിനെ നിസ്സാരമായിട്ട് പുച്ഛിക്കണ്ട. എല്ലാറ്റിനും അതിൻ്റേതായ മഹത്വമുണ്ട്. വാക്കിനും ഒരു ഊർജമുണ്ട്. ആരോട് പ്രതിജ്ഞ ചെയ്തോ അവരുടെയും ആശീർവാദം നമുക്ക് കിട്ടും അല്ലേ? അതും നമുക്കൊരു ശക്തി പകരും. പേപ്പറിൽ ഡയറിയിൽ നമ്മൾ പ്രതിജ്ഞ എഴുതി വയ്ക്കുമ്പോൾ അതും നമുക്ക് കരുത്ത് തരും. വീണ്ടും വീണ്ടും ആ പ്രതിജ്ഞ കാണും തോറും, ഡയറി മറിക്കും തോറും അതും നമുക്ക് മാറ്റത്തിനുള്ളൊരു അല്ലേ ഊർജം നൽകും. അടുത്തത് ബാബ പറയണേ, പക്ഷേ ഇത് മാത്രം പോരാ. പ്രതിജ്ഞ മനസ്സുകൊണ്ട് ചെയ്തു, പ്രതിജ്ഞ വാക്കുകൊണ്ട് ചെയ്തു, പ്രതിജ്ഞ ഡയറിയിൽ എഴുതി വെച്ചു, ഇത് മാത്രം പോരാ. മാറ്റം ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? बीज दबा हुआ रहता है, इसलिए जब ऐसा समय समस्या आती है. പക്ഷെ നമ്മുടെ ഉള്ളിൽ ചില ദുർബല സംസ്കാരങ്ങളുടെ വിത്ത് അകത്ത് കിടക്കുകയാണല്ലോ. 63 ജന്മത്തെ അല്ലേ രാവണ സംസ്കാരത്തിൻ്റെ വിത്തുകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് നമ്മൾ എത്ര പ്രതിജ്ഞ എടുത്താലും രാവണൻ എന്ത് ചെയ്യും? അല്ലേ രാമൻ്റെ മുന്നിൽ നമ്മൾ ചെയ്യുന്ന പ്രതിജ്ഞ എടുക്കും. രാമൻ എന്ത് ചെയ്യും? നിങ്ങൾ പ്രതിജ്ഞയൊക്കെ എടുത്തിട്ട് വാ, ഞാനിവിടെ ഉണ്ടല്ലോ, വാ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് കാത്തു നിൽക്കുക ആൾ വെളിയിൽ. രാവിലെ തൊട്ട് വൈകിട്ട് വരെ നമുക്ക് ഓരോ വിഘ്നം കൊണ്ടുവരും. പ്രതിജ്ഞ ലംഘിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് രാവണൻ്റെ ജോലി. അതിനെയാണ് നമ്മൾ മായ പറയണം, വിഘ്നം എന്ന് പറയണം, പരീക്ഷ എന്ന് പറയണം അല്ലേ? പല പേരുകളിൽ നമ്മൾ വിളിക്കും. സമസ്യകൾ വരുമ്പോൾ സമസ്യകളെ കാരണമാക്കിക്കൊണ്ട്
ബാബ പറഞ്ഞു, നിങ്ങൾ ചെയ്ത പ്രതിജ്ഞകൾ ലംഘിക്കപ്പെടുകയും പകരം എന്ത് ചെയ്യും? ബാബ പറഞ്ഞേ, രാവണൻ്റെ ബീജമുണ്ടല്ലോ, ഉള്ളിലുള്ള രാവണ സംസ്കാരത്തിൻ്റെ ബീജം എന്ത് ചെയ്യും? വിപരീത സമസ്യകളുടെ പേര് പറഞ്ഞ് ബാബ പറയണേ, ആ വിത്ത് മുളയ്ക്കാൻ കാരണമായിട്ട് മാറും. എന്താ പറയും? അയ്യോ ഭഗവാനെ, ബാബ ഞാൻ ഈ പ്രശ്നം വന്നതുകൊണ്ട് ഞാൻ ബാബയോട് പ്രതിജ്ഞയൊക്കെ ചെയ്തു, ഞാനിനി ഒരിക്കലും ദേഷ്യപ്പെടില്ല എന്ന് വിചാരിച്ചതാണ്, ഞാൻ ബാബയോട് പ്രതിജ്ഞ ചെയ്തതും സത്യമാണ്. പക്ഷേ ചിലപ്പോൾ നമ്മൾ എന്ത് പറയും? ബാബ എൻ്റെ സ്ഥാനത്ത് ഭഗവാനായിരുന്നെങ്കിൽ പോലും ബാബയാണെങ്കിലും ദേഷ്യപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു സാഹചര്യമാണ് ബാബ എന്ന് വന്ന എൻ്റെ അടുത്ത്, അല്ലേ? ചിലപ്പോൾ നമ്മൾ പറയല്ലേ? അപ്പോൾ ബാബ അതാ പറയണ, കാരണങ്ങൾ പറഞ്ഞിട്ട് സമസ്യകൾ വരുമ്പോൾ കാരണങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ എന്തു ചെയ്യും? പ്രതിജ്ഞകളെ ലംഘിക്കുന്നതോടുകൂടി ആർക്ക് ചാൻസ് കിട്ടുക? രാവണൻ തലവെക്കും. ദുർബല സംസ്കാരം അല്ലേ പുറത്തേക്ക് വരുന്ന പറയണ ബാബ. ആ ദുർബലതയുടെ രാവണൻ്റെ മരം വളരാൻ തുടങ്ങും, ഇലയും കായും പൂവൊക്കെ വരാൻ തുടങ്ങും. അതുകൊണ്ടാണ് ബാബ പറയണേ, പരിവർത്തനം സദാകാലത്തേക്ക് സംഭവിക്കാത്തതിൻ്റെ കാരണം, പ്രതിജ്ഞ ചെയ്തിട്ടും പൂർണ്ണ പരിവർത്തനം വരാത്തതിൻ്റെ കാരണം അതാണ്. അതുകൊണ്ടാണ് പറയുന്നത് ബാബ, പ്രതിജ്ഞ ചെയ്യുക മാത്രം ചെയ്താൽ പോരാ മക്കളെ, എന്ത് ചെയ്യണം? കത്തിക്കണം. ആരെ കത്തിക്കണം? രാവണനെ കത്തിക്കണം. ഒരു വിത്ത് പോലും അവശേഷിക്കാത്ത രീതിയിൽ കത്തിക്കണം. ശരി, ഇനി ബാബ പറയുന്ന, ബീത്തി കോ ബീത്തി കർ जो अब तक हुआ है चाहे अपने प्रति चाहे दूसरों के प्रति. മക്കളെ, കഴിഞ്ഞത് കഴിഞ്ഞു. ഇതുവരെ എന്തെല്ലാം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നടന്നു? നോട്ട് ചെയ്യുന്നുണ്ടോ? ശ്രദ്ധിക്കുന്നുണ്ടോ? ഇതുവരെ എന്തെല്ലാം നടന്നു മക്കളെ? പാസ്റ്റ് ഈസ് പാസ്റ്റ്. അതെല്ലാം പോട്ടെ മക്കളെ, അതിനെയെല്ലാം വിടൂ. അയ്യോ ബാബ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, എനിക്ക് ഇങ്ങനെയൊക്കെ അബദ്ധം പറ്റിയിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ ബാബ, ഇനി അതൊന്നും ചിന്തിക്കേണ്ട, കാരണം അതെല്ലാം കഴിഞ്ഞു. ഒരു ദുഃഖം തരുന്ന, വേദന തരുന്ന, ഭാരം തരുന്ന അവന് ഒരു സ്മൃതികൾ ഇനി ഇങ്ങോട്ട് കഴിഞ്ഞത് ഇങ്ങോട്ട് പ്രസൻ്റ് ആക്കണ്ട പറയാ ബാബ. പാസ്റ്റിനെ ഒന്നും ഇങ്ങോട്ട് വലിച്ചു കൊണ്ടുവരണ്ട. കഴിഞ്ഞത് കഴിഞ്ഞു, വിടും. ബാബ പറയണേ, പോട്ടെ, അത് നിങ്ങളെ പ്രതിയാകട്ടെ, മറ്റുള്ളവരെ പ്രതിയാകട്ടെ. എന്ത് സംഭവിച്ചു കഴിഞ്ഞു, ആര് നിങ്ങളോട് എന്ത് ചെയ്തതാകട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ആരോടെങ്കിലും ചെയ്തതാകട്ടെ, ബാബ പറയണേ എല്ലാം വിട്ടിട്ട് ഇപ്പോൾ ഈ നിമിഷം മുതൽ, ഇന്നൊരു നല്ല ദിനമല്ലേ, ഇന്നത്തെ ദിവസം എന്താണ്? സ്വാതന്ത്ര്യ ദിനമല്ലേ, ഏറ്റവും സുന്ദര ദിനമാണ്. നോട്ട് ചെയ്യുക, ആഗസ്റ്റ് 15 അല്ലേ? ഈ 2021 ആഗസ്റ്റ് 15 ഇന്ത്യയുടെ മാത്രം സ്വാതന്ത്ര്യ ദിനമല്ല, ഭാരതാംബയ്ക്കൊപ്പം അല്ലേ, ഭാരതവാസിയായ എനിക്ക് സ്വയം ഭഗവാൻ അല്ലെ ഭാരതത്തിൽ അവതരിച്ച് ദിവ്യാവതരണം ചെയ്ത് ഭഗവാനും എന്നെ എന്ത് ചെയ്യാണ്? എൻ്റെ ദുർബലതകളിൽ നിന്ന് എന്നെ സ്വതന്ത്രമാക്കുന്ന ദിനമാണ്, എൻ്റെ പരിവർത്തനത്തിൻ്റെ ദിനമാണ്. സഭീനെ ബാബ പറയണ, ഇപ്പോൾ ബാബ പറഞ്ഞ് ഇപ്പോൾ പ്രതിജ്ഞ ചെയ്തത്. ബാബ പറയണ, ഈ അടുത്ത കാലത്ത് ചെയ്ത പ്രതിജ്ഞകളുണ്ടല്ലോ നിങ്ങൾ, ബാബ പറയണേ ഇപ്പോൾ ചെയ്ത പ്രതിജ്ഞ, ഇപ്പോൾ പ്രതിജ്ഞ ചെയ്യൂ പറയാം ബാബ. ഇതുവരെ ചെയ്തതെല്ലാം പോട്ടെ, നടന്നതും പോട്ടെ, ഇപ്പോൾ ഭഗവാന്റെ സന്മുഖത്തിരുന്ന് ഒരു പ്രതിജ്ഞ എടുക്കും. ഒരു പ്രതിജ്ഞ നോട്ട് ചെയ്യും ഡയറിയിൽ. നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് തോന്നുന്നു? ഒരു നല്ല സ്റ്റെപ്പ്. ഏതൊരു ദുർബലതയെ കളഞ്ഞെന്ന് സ്വാതന്ത്ര്യദിനമല്ലേ, നമ്മളെ ബന്ധിച്ചിട്ടിരിക്കുന്ന ഏതെങ്കിലും ഒറ്റ പോയിൻ്റ് എടുക്കും. ഏതെങ്കിലും ഒരു ദുർബലത കളയാൻ ഉള്ള സങ്കല്പം ബാബയുടെ അടുത്ത് വയ്ക്കും. എഴുതു ഡയറിയിൽ, പ്രതിജ്ഞ പോലെ ഭഗവാൻ എഴുതും. മുന്നിൽ ബാബയെ കണ്ടുകൊണ്ട് എഴുതും. ഞാൻ എന്നോടും ബാബയോടും പ്രതിജ്ഞ ചെയ്യാൻ. ഇന്നത്തെ ഈ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ മാധുര്യം നിറഞ്ഞ ദിനത്തിൽ എനിക്കും സ്വതന്ത്രനാവണം. ഓരോ ദിവസവും ഓരോ സ്റ്റെപ്പ് വയ്ക്കും ഞാൻ സ്വതന്ത്രനാകാൻ. ഒരു
ഒറ്റ പോയിൻ്റ്, ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എനിക്ക് ചെയ്യണം. ഇത് ചെയ്താൽ തന്നെ എൻ്റെ പകുതി പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാകും. ഈ ദൗർബല്യം ഒന്ന് മാറിയാൽ തന്നെ. അങ്ങനെയുള്ള മുഖ്യമായത് ഏതെന്ന് തോന്നുന്നു അതെഴുതും. ബാബയുടെയും ഇത്രയും വലിയ 100 കണക്കിന് ബാബയുടെ മക്കൾ, ഈ സത്സംഗത്തിലിരിക്കുന്ന എല്ലാ ആത്മാക്കളുടെയും ശുഭാശീർവാദത്താൽ ഈ സന്ധ്യാവന്തന വേളയിൽ ഭഗവാന്റെ ആശീർവാദത്താൽ എനിക്ക് ഈ പ്രതിജ്ഞ പൂർത്തിയാക്കാൻ കഴിയും. അതിനുശേഷം രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഇപ്പം എന്ത് പ്രതിജ്ഞ എഴുതിയോ അത് പ്രാക്ടിക്കലാക്കാൻ ഞാൻ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ എനിക്ക് എവിടെയൊക്കെ ഞാൻ മോൾഡ് ചെയ്യണം. ഫുൾ ഡേ ഈ പ്രതിജ്ഞയിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കാൻ എന്തൊക്കെ രാവണൻ ടെസ്റ്റ് പേപ്പർ എനിക്ക് വരാം, ആ പേപ്പറുകൾ വരുമ്പോഴും പ്രതിജ്ഞ ലംഘിക്കാതിരിക്കാൻ എനിക്ക് എന്തൊക്കെ ചെയ്യണം. അത് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഈ പ്രതിജ്ഞയെ കുറച്ചും കൂടി പ്രാക്ടിക്കലാക്കി മാറ്റാൻ വേണ്ടിയിട്ട് സ്വയത്തെ വളരെ സൂക്ഷ്മത്തിൽ തയ്യാറാക്കാം. ഇനി അടുത്തത് ബാബ എന്ത് പ്രതിജ്ഞ എഴുതിയോ അതെങ്ങനെ നിറവേറ്റണം, അതിനുള്ള ഡയറക്ഷനാണ് ഇനി ബാബ തരുന്നത്. വളരെ ശ്രദ്ധയോടുകൂടി ഈ പോയിൻ്റ് കേട്ടോളൂ. അപ്പോൾ ഈ എഴുതി വെച്ച പ്രതിജ്ഞ പാലിക്കാൻ വളരെ എളുപ്പമാകും. ഇനി ബാബ അതാണ് പറയണത്. बाप-दादा देख रहे थे जितना चाहते हैं उतना परिवर्तन क्यों नहीं होता है. ബാബ പറയണ ബാബ നോക്കിക്കൊണ്ടിരിക്കുകയാണ് മക്കളെ. ബാബയുടെ ദൃഷ്ടി നമ്മുടെ മേലെയാണ്. നമ്മൾ ബാബയെ ഓർമ്മിക്കുമ്പോഴും നമ്മൾ ബാബയുടെ മുന്നിലൊരു പ്രതിജ്ഞ വയ്ക്കുമ്പോഴും എപ്പോഴൊക്കെ ഭഗവാന്റെ ഓർമ്മ എനിക്ക് വരുന്നു അപ്പോഴൊക്കെ ഭഗവാൻ എന്നെ ഓർമ്മിക്കും. ഇത് അണ്ടർലൈൻ ചെയ്തോളൂ ജീവിതത്തിൽ. ഞാൻ ഓർമ്മിച്ച എൻ്റെ ഓർമ്മ വരും. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, മനുഷ്യരെയാണെങ്കിലും നമ്മളിവിടെ നിന്ന് ഓർമ്മിക്കുമ്പോൾ അവർക്ക് നമ്മുടെ ഓർമ്മ വരും. അപ്പം നമ്മളിങ്ങനെ ഒരിക്കലും വിചാരിക്കരുത് ദൈവത്തിനൊക്കെ ബാബയ്ക്ക് എന്നെ അറിയാമല്ലോ, ഭഗവാൻ എന്നെ അറിയാമല്ലോ എൻ്റെ കാര്യം. അല്ല, എന്തു ചെയ്യണം? ഞാൻ ബാബയെ ഓർമ്മിക്കണം, ഞാൻ ബാബയോട് പറയണം. കാരണം മുഴുവൻ വിശ്വം ബാബയുടേതാണ്, സമസ്ത മക്കളും ഭഗവാന്റെയാണ്. പക്ഷേ എൻ്റേതാവുന്ന എപ്പോഴാണ് ബാബ? എൻ്റെ പേഴ്സണലാവുന്നത്. ബാബയുടെ അറ്റൻഷൻ എന്നിലേക്ക് ഞാൻ പിടിച്ചു വലിക്കണമെങ്കിൽ ഞാൻ ഓർമ്മ കൊണ്ട് ബാബയുടെ അടുത്തേക്ക് പോകണം. അപ്പോഴാണ് എൻ്റെ അടുത്തേക്ക് വരിക. സൂര്യൻ്റെ പ്രകാശം മുഴുവൻ വിശ്വത്തിൽ പരക്കുന്നുണ്ട് അല്ലേ? ചൂടും വെളിച്ചം എല്ലായിടവും ഉണ്ടാകും. പക്ഷേ ഒരു ലെൻസ് നമ്മൾ ഉപയോഗിച്ച് ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് സൂര്യപ്രകാശത്തെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? അതിൻ്റെ അടിയിലൊരു പേപ്പർ കൊണ്ടുവച്ചാൽ എന്ത് ചെയ്യും? അത് കത്തിപ്പോവും. അത് തന്നെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ടത്. ശിവബാബ വിശ്വനാഥനാണ്, സർവശക്തനാണ്, മുഴുവൻ വിശ്വത്തിൻ്റേതാണ് അല്ലേ? പക്ഷേ എപ്പോഴാണോ ഞാൻ ഈ ലെൻസ്, ഞാൻ ആത്മാവായ ഞാൻ എൻ്റെ മനസ്സും ബുദ്ധിയുമാകുന്ന ലെൻസ് ബാബയുടെ നേരെ പിടിക്കണേ, ഞാൻ ഓർമ്മിക്കണത്, അപ്പോഴെന്താകും? സർവശക്തിവാൻ്റെ എനർജി എന്നിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടാണ്. ബാബ എനിക്ക് വേണ്ടി പ്രയത്നിക്കില്ല, ഞാനാണ് എനിക്ക് വേണ്ടി പ്രയത്നിക്കേണ്ടത്. കാരണം ഭഗവാനാണ്. നമുക്കൊരാൾക്ക് വേണ്ടി പ്രത്യേകിച്ച് പാർഷ്യാലിറ്റി ഒന്നുമില്ല. പക്ഷേ ഏത് മക്കൾ അധ്വാനിക്കുന്നോ അവർക്കതിൻ്റെ ലാഭം ഉണ്ടാകും. ഇവിടേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുമ്പോൾ ആ കോൺസെൻട്രേറ്റഡ് പവർ സർവശക്തിവാൻ്റെ ശക്തി എന്ത് ചെയ്യും? ഇവിടെ നമുക്ക് എന്തിനെയൊക്കെ കത്തിച്ച് കളയണോ കത്തിക്കാൻ സഹായിക്കും. ഇവിടെ എത്ര ശക്തി അനുഭവപ്പെടണമോ ശക്തി അനുഭവിക്കാൻ കഴിയും. അതാണ് മെഡിറ്റേഷനിൽ നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ബാബയെ ഓർമ്മിക്കണം. സങ്കല്പശക്തിയാൽ അല്ലേ? മനസ്സ് സങ്കല്പം രചിക്കണം, ബുദ്ധി കൊണ്ട് ബാബയുടെ അടുത്തേക്ക് പോകണം. അതാണ് കോൺസെൻട്രേഷൻ. അപ്പോൾ ബാബ പറയണേ, എന്തുകൊണ്ട് നിങ്ങൾ സങ്കല്പം എടുത്തിട്ട് പരിവർത്തനം നടക്കുന്നില്ല? കാരണം ക്യാ ഹേ? എന്താ കാരണം? ക്യോം നഹീം? എന്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല? സദാകാലത്തേക്ക് പ്രതിജ്ഞ ചെയ്തിട്ടും നിങ്ങൾ എന്ത് കളയണമെന്ന് വിചാരിക്കുന്നു? ആ ദുർബലത എന്തുകൊണ്ട് നിങ്ങളെ വിട്ട് സദാകാലത്തേക്ക് പോകുന്നില്ല? തൊക്യാ ദേഖാ? ബാബ പറയണേ, അതിൻ്റെ കാരണം ബാബ നോക്കിയപ്പോൾ എന്താ കണ്ടതെന്ന് അറിയോ നിങ്ങളിൽ? അപ്നെ പ്രത് വ ദൂസരോങ്കെ പ്രത് സങ്കല്പ് കർത്തേ ഹോ. ബാബ പറയണേ, ചില പ്രതിജ്ഞകൾ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എടുക്കുക, സ്വന്തം ദുർബലതകളെ മാറ്റാൻ. ചില പ്രതിജ്ഞകൾ നിങ്ങൾ മറ്റുള്ളവരെ പ്രതിയാണ് എടുക്കണത്. അവരോടിനി ഞാൻ ഇങ്ങനെ പെരുമാറുള്ളൂ,
മറ്റുള്ളവരെ പ്രതി ചില പ്രതിജ്ഞ എടുക്കും. എന്നിട്ടും ബാബ പറയണേ, നിങ്ങളുടെ ദുർബലതകൾ, അത് വ്യക്തിപരമാകട്ടെ മറ്റുള്ളവരെ പ്രതിയാകട്ടെ, എന്നിട്ടും എന്തുകൊണ്ട് മാറുന്നില്ല? സങ്കല്പത്തിലും വാക്കിലും പ്രവൃത്തിയിലേക്കും വരുമ്പോൾ നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ സംസ്കാരവും മറ്റുള്ളവരുടെ സംസ്കാരവും തമ്മിൽ ഇപ്പോഴും ഉരസൽ എന്തുകൊണ്ട് വരും? മാറണം എന്നറിയാം, ഉരസാൻ പാടില്ല എന്നറിയാം, എന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ട് ഉരസുന്നു? ബാബ പറയണേ, ഇതിനെയും കൂടി പരിവർത്തനപ്പെടുത്തണമല്ലോ. അറിയാൻ മാറണമെന്ന്, പക്ഷെ മാറാൻ പറ്റണില്ല. ആഗ്രഹമുണ്ട്, പ്രയത്നിക്കുന്നുമുണ്ട്, എന്നിട്ടും എന്തുകൊണ്ട് മാറുന്നില്ല? അപ്പം ബാബ പറയണേ, അതിൻ്റെ കാരണം എന്താണെന്നറിയൂ? ഇതും അറിയാൻ നിങ്ങൾക്ക് ജ്ഞാനം ഇപ്പം നിങ്ങൾക്ക് കിട്ടി. ഈ നാടകശാലയിൽ ഓരോ ആത്മാവിൻ്റെ സംസ്കാരവും അവരവരുടേതാണ്. ഇത് നിങ്ങൾക്കറിയാം. അവരുടെ സംസ്കാരം വേറെയാണ്, എൻ്റെ സംസ്കാരം വേറെയാണ് എന്നറിഞ്ഞുകൊണ്ട് നിങ്ങളെ സുരക്ഷിതമാക്കി വയ്ക്കാൻ, ആരുടെയും സംസ്കാരവുമായിട്ടിരിക്കാൻ പോകണ്ട പറഞ്ഞിട്ട് സ്വയം സുരക്ഷിതമായിട്ടിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ബാബ പറയണേ, അവരെ പ്രതി എനിക്ക് ശുഭഭാവന വെക്കണം, ഇങ്ങോട്ടിരിക്കാൻ വരുന്നവരോടും ശുഭകാമന വെക്കണമെന്ന് ബാബ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നും അറിവുണ്ട് നിങ്ങൾക്ക്. അത് വെക്കണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ദൂസരേക്ക് കംസൂരി, ബാബ പറയണേ, അവർക്ക് വേണ്ടി ശുഭഭാവന വെക്കണമെന്ന് ആഗ്രഹിച്ചിട്ടും അവരുടെ ദുർബല സംസ്കാരം കാണുമ്പോൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ നാച്ചുറലി സംഭവിക്കുന്നത് എന്താണ്? ബാബനെ വളരെ കാലത്തെ ശീലം നിങ്ങളുടെ ഉള്ളിൽ എന്താ ഉള്ളത്? ഏത്തോ ബഹുത് അച്ഛാ ലേക്കിൻ ഇസ്കേ സ്ഥാൻ പർ. ബാബ പറയണേ, നിങ്ങൾക്ക് മാറ്റണമെന്ന ആഗ്രഹമുണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് പറ്റണില്ല? അവരെ പ്രതി ശുഭം ചിന്തിക്കണമെന്ന് വിചാരിച്ചിട്ടും എന്തുകൊണ്ട് പറ്റണില്ല? ബാബ പറഞ്ഞ വളരെ കാലത്തെ നിങ്ങളുടെ ശീലം. ആ ശീലം എന്താ? വീണ്ടും വീണ്ടും അറ്റൻഷൻ വെച്ചിട്ടും അവരെ കാണുമ്പോൾ അവരുടെ ആ ദുർബലത തന്നെയാണ് കാണുന്നത്, ആ കുറവിനെ തന്നെയാണ് കാണുന്നത്, ഓർമ്മിക്കുന്നത് ആ കുറവിനെ തന്നെയാണ്. ആരുടെയും ദുർബലത പറയരുതെന്ന് വിചാരിച്ചിട്ടും വായിൽ നിന്ന് അത് തന്നെയാണ് വരുന്നത്. വളരെ കാലത്തെ ശീലം. ബാബ പറഞ്ഞത് മാറണമെങ്കിൽ എന്ത് വേണം? മാറണമെങ്കിൽ എന്ത് വേണം? ഇനിയാണ് മെയിൻ എസൻസ്, ഇന്നത്തെ മുരളിയുടെ തന്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ബാബ ഏറ്റവും വലിയ ടെക്നിക്ക് പറഞ്ഞു തരാണ്. എന്ത് വേണം? അറിയാം, നിങ്ങൾക്ക് ചെയ്യരുതെന്നും അറിയാം. ബാബ പറയണേ, അങ്ങനെയുള്ള ഒരാളുടെ ദുർബലത കാണുമ്പോൾ, അവരുടെ കുറവ് കാണുമ്പോൾ, അല്ലെങ്കിൽ അവർ നമ്മളോട് മോശമായി പെരുമാറുന്ന സമയത്ത് ആ ആത്മാക്കളെ പ്രതി എന്താണ് ചിന്തിക്കേണ്ടത്? അവരുടെ മോശം കാണുമ്പോൾ അവരെ പ്രതി എന്ത് ചിന്തിക്കണം? അല്ലെങ്കിൽ ഒരു ദുർബല സംസ്കാരം കാണുമ്പോൾ എങ്ങനെ അവരെ കാണണം? ബാബ പറയണേ, ആ കാര്യം ഇപ്പോഴും കാലിയായിട്ട് കിടക്കുക. അവരുടെ മോശം കാണരുതെന്നേ നിങ്ങൾ സങ്കല്പം എടുത്തിട്ടുള്ളൂ. പക്ഷേ ബാബ പറയണേ, പകരം എന്ത് കാണണം? ആ സ്പേസ് ബാബ പറയണേ ഇപ്പോഴും ശൂന്യമാണ്. ശൂന്യമായിട്ടൊരു സ്ഥലം കിടന്നാൽ എല്ലാവരും വന്ന് എന്ത് ചെയ്യും? അവിടെ കുപ്പകൾ കൊണ്ടിടാം. അതേപോലെ ബാബ പറയണേ, നിങ്ങളിവിടെ കാലി സ്പേസ് വയ്ക്കാൻ പാടില്ല. ഇവിടെ വെറുതെ ഇടരുത് സ്ഥലം. കുറവ് കാണരുത് തീരുമാനം എടുത്തു. പക്ഷെ എന്ത് കാണണം? ബാബ പറഞ്ഞ സ്ഥലം ഇപ്പോൾ ഫില്ല് ചെയ്യൂ നിങ്ങൾ. ഏത് സ്ഥലം? കുറവ് കാണരുത് എന്നുള്ള സ്പേസ് ഉണ്ടല്ലോ, പക്ഷെ അവിടെ എന്ത് കാണണം? ജബ് ഈ ആത്മാവും കെ സമ്പർക്ക മേ ആത്തേ ഹോ, എപ്പോൾ ആത്മാക്കളുമായി ഇടപഴകുമ്പോഴും പഹലെ നാച്ചുറൽ പരിവർത്തൻ കിയാ ഹുവ ശ്രേഷ്ഠ സങ്കല്പ്. ബാബ പറയണ, ആദ്യം ഏതൊരാളെ കാണുമ്പോഴും ആദ്യ പരിവർത്തനം എന്താ വരേണ്ടത്? സ്വാഭാവിക പരിവർത്തനം ഫസ്റ്റ് വരേണ്ടത് സ്മൃതി തലത്തിലാണ്. എന്താ ഫസ്റ്റ് പരിവർത്തനം? ഫസ്റ്റ് പരിവർത്തനം എന്താണ്? ദേഹത്തെ കാണുന്നതിന് പകരം, അല്ലേ, അവർ ശത്രുവായിട്ടോ അല്ലെങ്കിൽ മോശ സ്വഭാവക്കാരായിട്ടോ സ്ത്രീയായിട്ടോ പുരുഷനായിട്ടോ അല്ലേ, പുറമേയുള്ള ചിത്രം അതാണ്. പക്ഷെ ഫസ്റ്റ് പരിവർത്തനത്തിൻ്റെ ചിത്രം ഏതാണ്? ശ്രേഷ്ഠ സങ്കല്പം. ഇതും ഒരു ആത്മസ്വരൂപമാണ്, പരമാത്മാവിൻ്റെ കുട്ടിയാണ്, അല്ലേ, എൻ്റെ സഹോദരാത്മാവ്. ഫസ്റ്റ് സങ്കല്പം ബാബ പറയണേ സ്മൃതിയിൽ ആദ്യം വരണം. ക്യോങ്കി, കാരണം ബാബ പറയണേ, ഇപ്പം നിങ്ങൾക്ക് ജ്ഞാനം കിട്ടിക്കഴിഞ്ഞല്ലോ,
ജ്ഞാനം കൊണ്ട് സ്മൃതിയിൽ ഫസ്റ്റ് ചേഞ്ച് ഇവിടെ കൊണ്ടുവരണം. ബാബന് ഈ ചേഞ്ച് ആദ്യം വന്നാൽ അടുത്ത സ്റ്റെപ്പ്, അടുത്ത സ്മൃതി എന്ത് വരും? ആത്മസ്വരൂപത്തിൽ ബാബയുടെ കുട്ടിയായിട്ട് കാണാൻ കഴിഞ്ഞാൽ പിന്നെ ബാബ പറയുന്നത് അവരുടെ ഗുണങ്ങൾ, അവരുടെ നല്ല കർത്തവ്യങ്ങൾ, അവരുടെ നല്ല സംസ്കാരങ്ങൾ, അവരുടെ നല്ല പ്രവൃത്തികൾ, അവരുടെ നല്ല സ്വഭാവങ്ങൾ, അവരുടെ നല്ല ശീലങ്ങൾ എന്തൊക്കെയാണ്. ബാബന് രണ്ടാമത് അത് കാണും. ആദ്യം സഹോദരാത്മാവായിട്ട് കാണൂ, ബാബയുടെ കുട്ടിയായിട്ട് കാണൂ. അത് കണ്ടു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്തായി? അവരുടെ വിശേഷതകളെ കാണും, വിശേഷതകൾ കാണും. അപ്പോൾ ബാബ പറയണേ പിന്നെ നിങ്ങളുടെ ഉള്ളിൽ ആ വിശേഷതകൾ കൊണ്ട് നിറയും. അപ്പോൾ അവരുടെ കുറവുകൾ ഉണ്ടെങ്കിലും ബാബ പറഞ്ഞ അതിൻ്റെ ചിന്ത വരില്ല. അപ്പോൾ അവരുടെ ദുർബലതകളെക്കുറിച്ചുള്ള അശുദ്ധ ചിന്തകൾ സ്വതവേ സമാപ്തമാകും. വിധി മനസ്സിലായില്ലേ? ഈ വിധിയിലൂടെ സിദ്ധി ഉണ്ടാകുമെന്ന് പറയാം ബാബ. ഏതാ വിധി പറഞ്ഞു തന്നെ ബാബ? ആരുടെയും കുറവുകൾ അല്ലേ മാറ്റണം എന്ന് ആഗ്രഹിച്ചാലും, സ്വന്തം കുറവാണെങ്കിലും, നമ്മുടെ കുറവാണ് നമുക്ക് അല്ലേ മാറ്റാൻ പറ്റാത്തതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഗുണങ്ങൾ കാണണം, നമ്മുടെ വിശേഷതകൾ കാണണം, നമ്മുടെ നല്ല ശീലങ്ങളെ കാണണം അല്ലേ. ആത്മാവിൻ്റെ സദോ ഗുണങ്ങളെക്കുറിച്ച് സ്മരിക്കണം. അപ്പോൾ എന്താകും? നമ്മളുടെ എന്ത് കെട്ട ശീലമുണ്ടോ അതിനെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. അപ്പോൾ ബാബ പറയണേ ഈ വിധിയെ സ്വന്തമാക്കൂ പറയണം ബാബ. ഇതാണ് ബാബ ഇന്ന് മുരളിയിലൂടെ നൽകുന്ന മുഖ്യമായ ശിക്ഷണം. ഇനി ബാബയുടെ മുരളിയിൽ ധാരാളം പോയിൻ്റ് ഉണ്ട്, പക്ഷേ ഈ പോയിൻ്റ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുക. നമ്മുടെ കുറവ് മാറണമെങ്കിലും മറ്റുള്ളവരുടെ കുറവ് മാറണം അല്ലേ. നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ പോലും, കുട്ടി എന്നുള്ളതല്ല, ബന്ധത്തിൽ ആരാണെങ്കിലും, പതിയാണെങ്കിലും പത്നിയാണെങ്കിലും ബാബ എന്താ പറഞ്ഞേ? അവരുടെ കുറവ് കാണില്ല എന്ന് ചിന്തിച്ചാൽ പോരാ, എന്ത് ചെയ്യണം? ആ സ്ഥാനത്ത് അവരുടെ പ്ലസ്സുകൾ കാണണം. കണ്ണട മാറ്റിവെക്കാൻ പറയണം ബാബ. കണ്ണട മാറ്റിവെക്കണം അല്ലേ. പ്ലസ് കണ്ട് 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 ഇവിടെ നിറയ്ക്കാൻ പറയണം ബാബ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താകും? കുറവ് കാണുകയും ആ കുറവ് കണ്ടിട്ട് തട്ടാനും മുട്ടാനും ഉരസാനും പോകുന്ന ശീലങ്ങൾ മാറുകയും ചെയ്യും. എന്നിട്ട് ബാബയുടെ മുരളിയുടെ അവസാനം ഭഗവാൻ ഒരു വരം നമുക്ക് നൽകുന്നുണ്ട്. ഇന്നത്തെ വരം തൻ്റെ അലൗകിക ആത്മീയ മനോഭാവത്തിലൂടെ, അലൗകിക ആത്മീയ മനോഭാവത്തിലൂടെ സർവ്വാത്മാക്കളുടെ മേലെയും തൻ്റെ പ്രഭാവം ഉണ്ടാക്കുന്ന മാസ്റ്റർ ജ്ഞാന സൂര്യനായി ഭവിക്കട്ടെ. മാസ്റ്റർ ജ്ഞാനസൂര്യൻ എന്ന് പറഞ്ഞാൽ ജ്ഞാനസൂര്യൻ ഭഗവാനാണ്, ശിവബാബയാണ് അല്ലേ. മാസ്റ്റർ ജ്ഞാനസൂര്യൻ എന്ന് പറഞ്ഞാൽ ജ്ഞാനസൂര്യൻ്റെ കുട്ടിയായി ഭവിക്കട്ടെ. ജ്ഞാനസൂര്യൻ്റെ കുട്ടി എന്ത് ചെയ്യണം? തൻ്റെ അലൗകിക ആത്മീയ മനോഭാവത്തിലൂടെ സർവാത്മാക്കളുടെ മേലെയും പ്രകാശം ചൊരിയണം. അപ്പോൾ ബാബ അതിന് ഉദാഹരണം പറയുക. ഈ വരം എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം അതിനൊരു നല്ല എക്സാമ്പിൾ പറഞ്ഞുതരും. എപ്പോഴും ബാബ നല്ല നല്ല എക്സാമ്പിളുകൾ നമുക്ക് പറഞ്ഞു തരും മുരളിയിൽ ഇഷ്ടം പോലെ എളുപ്പത്തിൽ ചെയ്യാൻ. ബാബ പറയണേ നല്ല ആകർഷണമുള്ള ഒരു വസ്തുവിലേക്ക് എല്ലാവരുടെയും ദൃഷ്ടി, അറ്റൻഷൻ സ്വാഭാവികമായിട്ട് പോകും അല്ലേ. ആകർഷണം കൊണ്ട് ആകർഷണീയമാണെങ്കിൽ അതേപോലെ ബാബ പറയുന്നത് നിങ്ങളിലേക്ക് എല്ലാവരുടെയും ആകർഷണം വരണം. നിങ്ങളെന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ അലൗകികതയിലേക്ക്. നമ്മുടെ ജീവിതത്തിലുണ്ടായ, നമ്മൾ ലൗകികത്തിൽ ശരീരത്തിലാണ് ഇരിക്കണേ അല്ലെ, ഗൃഹസ്ഥത്തിലിരിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിലുണ്ടായ ഡിവിനിറ്റി, ദിവ്യത, ആത്മീയത, ആത്മീയ ഗുണങ്ങൾ, നമ്മളിലെ ശക്തികൾ, നമ്മുടെ ദിവ്യ ഗുണങ്ങൾ. ബാബ പറയണേ നമ്മുടെ സംസാര രീതിയും പെരുമാറ്റവും അല്ലേ, കാര്യങ്ങളെ പ്രതിയുള്ള നമ്മുടെ കാഴ്ചപ്പാടും കൈകാര്യം ചെയ്യുന്ന രീതികളും എല്ലാവരുടെ കൂടെയുള്ള അല്ല പെരുമാറ്റവും ഒക്കെ ബാബ പറയണ അത് കണ്ടിട്ട് മറ്റാത്മാക്കൾക്ക് പ്രഭാവം ഉണ്ടാകണം. അതിലാണ് ആൾക്കാരെ ആകർഷിക്കേണ്ടത്. നമ്മളെ ആകർഷിക്കാൻ വേണ്ടി മനുഷ്യനെല്ലാം ചെയ്തു കൂട്ടും അല്ലേ. വസ്ത്രം കൊണ്ട് ആകർഷിക്കും, ആഭരണം കൊണ്ട് ആകർഷിക്കും, ചില ചേഷ്ടകൾ കൊണ്ട് ആകർഷിക്കും അല്ലേ. പലതരത്തിൽ ആകർഷിക്കാൻ വേണ്ടി മനുഷ്യൻ പക്ഷെ ചെയ്യുന്നതെല്ലാം എന്താണ്? നമ്മൾ ഈ ബോഡിയുടെ പ്രദർശനങ്ങളാണ് അല്ലേ. പലതരത്തിൽ ആകർഷിക്കാൻ ശ്രമിക്കും. വസ്തുക്കൾ കാണിച്ചും വലിയ വീട് വെച്ചും കുറേ ഫർണിച്ചറുകൾ വാങ്ങിക്കൂട്ടിയും അല്ലേ, തൻ്റെ പേരും പ്രശസ്തിയും കഴിവുകളും ഒക്കെ പ്രദർശിപ്പിച്ചും. അപ്പോൾ ബാബ പറയുന്ന യഥാർത്ഥത്തിൽ ആകർഷണം എങ്ങനെയായിരിക്കണം? ആത്മീയ മൂല്യങ്ങളാൽ ആകർഷണമുള്ള വ്യക്തിത്വമായിരിക്കണം നമ്മുടേത്. അതിനുവേണ്ടി ബാബ പറയുന്നേ എല്ലാവരോടും ആത്മീയ സ്നേഹവും. ഇനി ബാബ ഒറ്റ വാക്കിൽ പറയണം എന്താണ് അലൗകികത.
ഒറ്റ സെൻറ്റൻസ്. अलौकिक वृत्ति अर्थात अलौकिक मनोभावम अर्थം ന്യാരേ ഓർ പ്യാരേപ്പൻ, ലവ് ആൻഡ് ഡിറ്റാച്ച്മെൻറ്റ്. എല്ലാവരോടും അലൗകിക സ്നേഹം, ആത്മീയ സ്നേഹം, പക്ഷേ എല്ലാവരിൽ നിന്നും നിർമോഹി. അവസ്ഥയുടെ പേരാണെന്ത്? അലൗകികത, ഡിവിനിറ്റി, ദിവ്യത. സർവരോടും സ്നേഹം, പക്ഷെ ആരുടെ അടുത്തും ഒരു ഒട്ടിപ്പിടുത്തമില്ല, എല്ലാവരിൽ നിന്നും നിർമോഹി അവസ്ഥ. അപ്പോൾ ബാബ പറയണേ ആ വ്യക്തിത്വമാണ്. അപ്പോഴെന്ത് പറയാം? ജ്ഞാനസൂര്യൻ്റെ കുട്ടിയാണ്. അങ്ങനെയാണല്ലോ ഭഗവാൻ. ഈശ്വരന് എല്ലാവരോടും ആകർഷണ, പക്ഷേ അല്ലെ ബാബയ്ക്ക് ആരോടും ഒരു ഒട്ടിപ്പിടുത്തമില്ല, ലവ് ആൻഡ് ഡിറ്റാച്ച്മെൻറ്റ്. ഇന്നത്തെ സ്ലോഗൻ: സദാ സുമാനത്തിൻ്റെ സീറ്റിൽ സ്ഥിതി ചെയ്യൂ, എങ്കിൽ സർവശക്തികളും താങ്കളുടെ ആജ്ഞ മാനിക്കും. സദാ സ്വമാനം. സ്വമാനം എന്ന് പറഞ്ഞാൽ സെൽഫ് റെസ്പെക്റ്റ്, സ്വമതിപ്പ്. നമുക്ക് നമ്മളോട് മതിപ്പുണ്ടാക്കുന്ന തരത്തിലുള്ള സ്മൃതിയുടെ സീറ്റിൽ ഇരിക്കും, എങ്കിൽ ശക്തികളെല്ലാം താങ്കളുടെ ആജ്ഞയനുസരിച്ച് പ്രവർത്തിക്കും ആണ് ഭഗവാൻ എന്ന് പറഞ്ഞു. നമ്മുടെ സീറ്റ് ഏതാണ്? സ്വമാനത്തിൻ്റെ സീറ്റ് ഏതാണ്? അല്ലേ? സ്വ എന്ന് പറഞ്ഞാൽ ആത്മാവ്, ആത്മാഭിമാനം നൽകുന്ന സ്മൃതികൾ. ഞാൻ പരമാത്മാവിൻ്റെ സന്താനമാണ്, അല്ലേ? ഞാനൊരു ബ്രാഹ്മണനാണ്, ഈശ്വരൻ്റെ സന്താനമാണ്, ഞാനൊരു ദൈവാത്മാവാണ്, ഞാനൊരു ശക്തിശാലിയായ ആത്മാവാണ്, ഞാനൊരു പവിത്ര ആത്മാവാണ്, ഞാനൊരു സംഗം യുഗി ബ്രാഹ്മണനാണ്, അല്ലേ? ഈ ഈശ്വരീയ കുടുംബാംഗമാണ്, ഭഗവാന്റെ ഹൃദയസിംഹാസനത്തിലിരിക്കുന്ന ആത്മാവാണ്, സർവശക്തിവാൻ്റെ കുടക്കീഴിലാണ് ഞാനിരിക്കുന്നത്. ഇപ്രകാരം നമുക്ക് ഉള്ളിൽ ഊർജം നൽകുന്ന സ്മൃതികളെല്ലാം എന്താണ്? അല്ല, സ്വമാനങ്ങളാണ്. ആത്മാവ് സ്വമാനത്തിൻ്റെ സീറ്റിലിരിക്കുകയാണെങ്കിൽ ബാബ പറയുന്ന ശ്രേഷ്ഠ സ്മൃതികൾ ശക്തികളെ ഉണർത്തിത്തരും. സമയത്ത് ശക്തികൾ നമുക്ക് ഉപയോഗത്തിൽ വരും. ഞാനൊരാത്മാവാണെന്ന് മാത്രം പ്രാക്ടീസ് ചെയ്താൽ പോരാ, ഒപ്പം എന്ത് ചെയ്യണം? ഏതെങ്കിലും ഒരു സ്വമാനം ചേർത്ത് പ്രാക്ടീസ് ചെയ്യണം. അപ്പോഴാണ് ശക്തികളും കൂടി ഉണരുക, ഊർജം ഉണരും. ഞാൻ ആത്മാവാണെന്നുള്ള സ്മൃതി മാത്രം വന്നാൽ നമ്മളങ്ങ് സൈലൻസിലേക്ക് മാത്രമേ പോകുള്ളൂ. സൈലൻസിനോടൊപ്പം എന്ത് വേണം? ശക്തി വേണം, ഊർജം വേണം, സന്തോഷം വേണം. അതിനാണ് ഭഗവാൻ എന്ത് പറയണേ? ഏതെങ്കിലും ഒരു ശ്രേഷ്ഠ സ്വമാനവും കൂടി ചേർത്ത് പ്രാക്ടീസ് ചെയ്യും എന്ന്. ബാബയുടെ മുരളി എപ്പോഴും അവസാനിക്കുമ്പോൾ, മുരളിയുടെ അവസാനം പ്രഭാതത്തിലാണല്ലോ പറഞ്ഞിരുന്നല്ലോ സിസ്റ്റർ, പ്രഭാതത്തിലല്ലേ മുരളി കേൾക്കുക. അപ്പോൾ മുരളിയുടെ അവസാനം ഭഗവാൻ നമുക്കൊരു നമസ്കാരം പറയും. ഹിന്ദിയിലുള്ള ആ മഹാവാക്യം ഇങ്ങനെയാണ്: മീഠേ മീഠേ, മധുരമധുരമായ, സിഖിലതേ ബച്ചോം പ്രതി, കളഞ്ഞുപോയി തിരികെ കിട്ടിയവരായ മക്കൾക്ക്, മീഠേ മീഠേ സിഖിലതേ ബച്ചോം പ്രതി, മധുരമധുരമായ കുട്ടികൾക്ക് ഭഗവാന്റെ സ്നേഹസ്മരണകളും നമസ്കാരം എന്ന് ഈശ്വരൻ പറയും. അപ്പം നമ്മൾ തിരിച്ചെന്തു പറയും? അല്ലേ? മധുരമധുരമായ മക്കളുടെ മധുരമധുരമായ അച്ഛന് നമ്മുടെ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹവും ഓർമ്മകളും നമസ്കാരം. പ്രഭാതത്തിലായതുകൊണ്ട് ബാബയോട് പ്രഭാതവന്ദനവും പറയും. അപ്പം മുരളിയുടെ അവസാനം നമ്മളങ്ങനെ ബാബയ്ക്ക് നമസ്കാരം പറയും. ബാബ നമ്മളോട് നമസ്കാരം പറയും. ഈശ്വരനാണ്, പക്ഷേ എല്ലാ ദിവസവും ബാബ ഗുഡ് മോർണിംഗും പറയും, നമസ്തേയും പറയും നമ്മൾ മക്കൾക്ക്. അപ്പോൾ നമുക്കും തിരിച്ച് ബാബയോടും എന്നും നമസ്കാരം പറയാൻ പറ്റും. അങ്ങനെ ബാബയുടെ ഇന്നത്തെ മുരളി നമ്മൾ കേട്ടു. മുരളിയുടെ പോയിൻ്റ് നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലേ? അഭ്യാസത്തിന് വേണ്ടി നാളെ നമുക്ക് വൈകുന്നേരം സത്സംഗത്തിലെത്തുന്നത് വരെ പ്രാക്ടീസ് ചെയ്യാനുള്ള പോയിൻ്റ് ബാബ തന്നിട്ടുണ്ട്. വിശേഷ പ്രതിജ്ഞയും എടുക്കാൻ പറഞ്ഞു. ആ പ്രതിജ്ഞ എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം അതും പറഞ്ഞു അല്ലേ? ഏത് പ്രതിജ്ഞയും പ്രാക്ടീസ് ചെയ്യാനുള്ള ടെക്നിക്ക് ബാബ പറഞ്ഞു. അതും നോട്ട് ചെയ്തിട്ടുണ്ടാവും എല്ലാവരും. ഓം ശാന്തി.